തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയിൽ വിലയിരുത്തലുണ്ടായി. പത്മകുമാറിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ജില്ലാ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയ മുൻ MLA KC രാജഗോപാലിനോട് വിശദീകരണം തേടാനും യോഗത്തിൽ തീരുമാനമായി. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ ഷിജോ. SKN സമീപകാലത്ത് CPM-വുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന എല്ലാ വിവാദ വിഷയങ്ങളും ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം സമഗ്രമായിട്ട് ചർച്ച ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ള ഒരു കാര്യമാണ് യോഗം വിലയിരുത്തിയത്. പത്മകുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ഒരു സംഘടനാ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. അത് സ്വീകരിക്കാതെ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് സെക്രട്ടേറിയറ്റ് യോഗം എത്തിയത്. നമുക്കറിയാം, പത്മകുമാറിനെ തള്ളാനോ കൊള്ളാനോ ഇതുവരെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല. അത് മാത്രവുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടില്ല എന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജില്ലയിലെ മുതിർന്ന നേതാവും അതുപോലെ മുൻ MLA-യുമായിരുന്ന KC രാജഗോപാലൻ രംഗത്ത് വന്നിരുന്നു. KC രാജഗോപാലിന്റെ ആരോപണം നമുക്കറിയാവുന്നതുപോലെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ തനിക്കെതിരായിട്ട് കുറേയധികം ആളുകൾ പ്രവർത്തിച്ചു. CPM മൂട് താങ്കളുടെ പാർട്ടിയായി മാറി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചതാണ്. അപ്പോൾ KC രാജഗോപാൽ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പാലടി ഗാനത്തിനെതിരെ, ശബരിമല പാലടി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനും തീരുമാനമായിട്ടുണ്ട്. പന്തളം രാജകുടുംബാംഗവും പന്തളം ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പ്രദീപ് വർമ്മയായിരിക്കും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുക. അതോടൊപ്പം തന്നെ നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗം കൂടി ചേരും. ആ യോഗത്തിൽ കൂടി ഉയർന്നു വരുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് എല്ലാ കാര്യങ്ങളും അറിയിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.